ഹായ് കൂട്ടുകാരെ, കപ്പ കൊണ്ട് ധാരാളം റെസിപ്പികൾ നമ്മൾ തയ്യാറാക്കുന്നതാണല്ലോ. അത് ദീർഘകാലം സൂക്ഷിച്ചു വയ്ക്കാൻ ഇതുപോലെ കപ്പ വലിയ പീസുകളായി കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നല്ലപോലെ വാഷ് ചെയ്ത് എടുക്കാം. അതിനെ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്ത് വീണ്ടും എടുക്കണം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിന് എളുപ്പത്തിൽ ഉണങ്ങിയെടുക്കാൻ വേണ്ടിയാണ് ഇത്ര കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ഉണങ്ങിയ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേപോലെ നീളത്തിൽ എല്ലാ പീസുകളും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനെ നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ അഴുക്കുകളെല്ലാം മാറ്റിയെടുക്കണം. അതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ കപ്പയുടെ പീസുകളും ആവശ്യത്തിന് ചേർത്ത് ഒന്ന് തിള വരുമ്പോൾ അതിനെ കോരിയെടുത്ത് ഡ്രെയിൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാ പീസുകളും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ചെറുതായി വെന്ത് വന്നാൽ അത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനെ നല്ലപോലെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് വെയിലത്തിട്ടോ ഡ്രയറിലിട്ടോ ഉണക്കിയെടുക്കാവുന്നതാണ്. ഇതിനെ ഇതുപോലെ പെട്ടെന്ന് കോരിയെടുത്ത് മാറ്റി വയ്ക്കണം. ഞാനിപ്പോൾ വെയിലത്തിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. ഒരു 4 ദിവസം കൊണ്ട് ഇതിനെ ഉണക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം സ്റ്റോർ ചെയ്ത് വയ്ക്കാം. എല്ലാ വിഭവങ്ങളും ഇതുകൊണ്ട് തയ്യാറാക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയണേ.